ഏതാണ്ട് ഒരു മാസം മുൻപാണ് കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ വേൾഡ് എക്കണോമിക് ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവകാശപ്പെട്ടത്. രാജ്യത്തെ തൊഴിലില്ലായ്മ G20 രാജ്യങ്ങളിൽ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും മന്ത്രി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സർക്കാർ ഇക്കഴിഞ്ഞ മാസം പുറത്തുവിട്ട കണക്കുകൾ തന്നെ മന്ത്രിയുടെ അവകാശവാദങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഓഗസ്റ്റിൽ 5.1% തൊഴിലില്ലായ്മ നിരക്ക് സെപ്റ്റംബറിൽ 5.2% ഉയർന്നുവെന്നാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു. ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ ഓഗസ്റ്റിൽ 4.3% സെപ്റ്റംബറിൽ 4.6% ഉയർന്നതായി പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ വ്യക്തമാക്കുന്നു. നഗരങ്ങളിലെ നിരക്ക് 6.7% നിന്ന് 6.8% ഉയർന്നു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സ്ത്രീകൾ തന്നെയാണ് തൊഴിലില്ലായ്മ നിരക്കിലും മുന്നിട്ടു നിൽക്കുന്നത്. നഗര വനിതകളുടെ തൊഴിലില്ലായ്മ ഓഗസ്റ്റിൽ 8.9% സെപ്റ്റംബറിൽ 9.3%. ഗ്രാമങ്ങളിൽ ഇത് 5.2% നിന്ന് 5.5% ഉയർന്നു. അതോടൊപ്പം നഗരങ്ങളിൽ തൊഴിലില്ലാത്ത പുരുഷന്മാരുടെ എണ്ണവും വർദ്ധിച്ചു. 5.9% നിന്ന് 6% ഉയർച്ച. യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതാണ് ഏറ്റവും ഗുരുതരം. 15-നും 29-നും ഇടയിൽ പ്രായമുള്ളവരിലെ തൊഴിലില്ലായ്മ ഓഗസ്റ്റിൽ 14.6% സെപ്റ്റംബറിൽ 15% ഉയർന്നു. യുവതികളിലെ നിരക്ക് 17.8%. ഏപ്രിൽ ഇത് 14.4% നഗരങ്ങളിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് 18.5%. ഏപ്രിലിൽ 17.2%, ഓഗസ്റ്റിൽ ഇത് 18% എന്നിങ്ങനെയായിരുന്നു. യുവതികളിൽ ഇത് 26.4%. ഓഗസ്റ്റ് 25.7%, ജൂലൈ 25.1%, ഏപ്രിൽ 23.7 വീതമായിരുന്നു നിരക്ക്. എല്ലാ പ്രായക്കാരും ഉൾപ്പെടെയുള്ള പൊതുവായ തൊഴിലില്ലായ്മ നിരക്ക് 5.3% വർദ്ധിച്ചത്. ഓഗസ്റ്റിലെ 5.1% നിന്നാണ് വർധനവ്. രാജ്യത്തെ 15-ന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ശരാശരി 55.3%. ഇത് ഗ്രാമപ്രദേശങ്ങളിൽ 57.4%, നഗരപ്രദേശങ്ങളിൽ 50.9% എന്നിങ്ങനെയാണ്. ഗ്രാമീണ പുരുഷന്മാരിൽ നിരക്ക് 78.1%, ഗ്രാമീണ സ്ത്രീകളുടെ പങ്കാളിത്തം 37.9%. നഗരമേഖലയിലെ സ്ത്രീ പുരുഷ നിരക്ക് യഥാക്രമം 26.1%, 75.3% വീതമാണ്. ഇന്ത്യയിലെ തൊഴിൽ മേഖല നേരിടുന്ന വലിയ വെല്ലുവിളികളാണ് സർക്കാരിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ ഉയർന്നു വരാൻ കഴിയുന്നില്ലെന്നതും ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ വിപണികളെ സംബന്ധിച്ച് IT, ടെക് മേഖലകളിൽ വെട്ടിനിരത്തലുകളുടെ നാളുകളാകും മുന്നിലെന്ന് സാമ്പത്തിക തൊഴിൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അവരുടെ വിലയിരുത്തൽ ഈ വർഷ അവസാനത്തോടെ 1,00,000-ലധികം പേർക്ക് IT മേഖലയിൽ മാത്രം ജോലി നഷ്ടമാകും. 2023-24 വർഷം ഏകദേശം 25,000 പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. ഇപ്പോൾ തന്നെ പല കമ്പനികളും ജീവനക്കാരെ ഒഴിവാക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ടാറ്റയുടെ TCS ഒഴിവാക്കലുകൾ വാർത്തകളിൽ ഇടം പിടിച്ചതുകൊണ്ട് പല കമ്പനികളും രഹസ്യമായി പിരിച്ചുവിടൽ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ പുറത്തുവന്ന തൊഴിലില്ലാപ്പടയുടെ പെരുപ്പം കാണിക്കുന്ന കണക്കുകൾ ഏറെ പ്രധാനമാണ്. സർവതല സ്പർശിയായതും തുടർച്ചയായതുമായ തൊഴിലില്ലായ്മ വർധന ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടലില്ലാതെ നിയന്ത്രണ വിധേയമാകില്ല. രാജ്യത്ത് പലപ്പോഴും തൊഴിലില്ലായ്മ വലിയ രാഷ്ട്രീയ ആയുധമാകാറുണ്ട്. ബീഹാർ ഉൾപ്പെടെ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിഷയം ഭരണപക്ഷത്തിനെതിരെ ശക്തമായ ആയുധമാകാനും സാധ്യതയുണ്ട്. എന്നാൽ 2019 പൊതുതിരഞ്ഞെടുപ്പിന് മുൻപ് സമാന അവസ്ഥയുണ്ടായിരുന്നെങ്കിലും പുൽവാമ ആക്രമണം മറ്റൊരു രാഷ്ട്രീയ ആയുധമാക്കുകയായിരുന്നുവെന്നതും നമ്മുടെ മുൻപിലുണ്ട്. കാർഷിക മേഖലയിലെ തൊഴിൽ നഷ്ടവും കാർഷികേതര മേഖലകളിൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടാത്തതുമാണ് തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കാൻ കാരണം. ഇന്ത്യയുടെ തൊഴിൽ വിപണി മെച്ചപ്പെടുകയാണ് എന്ന മോഡി സർക്കാരിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദം പൊളിച്ചെഴുതുന്നതാണ് കേന്ദ്രം തന്നെ പുറത്തുവിട്ട കണക്കുകൾ.